പ്രതിഷേധ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് പി ബി അൻവറിന്റെ അനുയായികൾ അവിടെ തമ്പടിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെയുള്ള രൂക്ഷ വിമർശനങ്ങൾ മുദ്രാവാക്യങ്ങളിൽ ഉയരുന്നു. പി ബി അൻവറിനെ വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് സംഘം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. DSP അടങ്ങുന്ന വൻ സന്നാഹമാണ് പി ബി അൻവറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിനായി അങ്ങോട്ടേക്ക് എത്തിയത്. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ തന്നെ പോലീസ് ഇടപെടുകയായിരുന്നു. തുടരാൻ കഴിയില്ല എന്ന് പോലീസ് അറിയിച്ചു. അങ്ങനെ പോലീസ് പി ബി അൻവറിനെ MLA പോലീസ് കൂട്ടിക്കൊണ്ടു പോകുന്നു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹം റോഡിലും വീടിന് ചുറ്റുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. നിയമ നടപടികളോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് തന്നെയാണ് പി ബി അൻവർ നേരത്തെയും നമ്മളോടും പ്രതികരിച്ചത്. പി ബി അൻവർ MLA വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. നിലമ്പൂരിൽ ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അത് വനംവകുപ്പ് ഓഫീസിലേക്കുള്ള മാർച്ചാവുകയും വനംവകുപ്പ് ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തത്. ഒടുവിൽ പൊതുമുതൽ നശിപ്പിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, ഉദ്യോഗസ്ഥരെ മർദ്ദിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ MLAയ്ക്കും മറ്റുള്ളവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ MLAയുടെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി MLAയുമായി പോലീസ് സംഘം പുറത്തേക്ക് പോവുകയാണ്. മുദ്രാവാക്യം വിളികളുമായി അൻവർ അനുകൂലികൾ അവിടെ തടിച്ചുകൂടുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷിയായ ഇടത്ത് ഇപ്പോൾ പി ബി അൻവറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വൻ പോലീസ് സന്നാഹം അതിനായി നേരത്തെ തന്നെ അൻവറിന്റെ വീട്ടിലേക്കെത്തി അൻവറുമായി സംസാരിച്ചു. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ട്. ഇംതിയാസ്, വലിയ മുദ്രാവാക്യം വിളികളുമായിട്ടാണ് പ്രവർത്തകർ അവിടെ നിന്നത്. പ്രവർത്തകരോടായി അൻവർ എന്തെങ്കിലും പറയുകയുണ്ടായോ? പോലീസ് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ സംസാരത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു അല്ലേ? തീർച്ചയായിട്ടും പോലീസ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പി ബി അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. അദ്ദേഹം നേരത്തെ തന്നെ ചോദ്യം ചെയ്യലൊക്കെ വൈകിട്ടോടുകൂടി തന്നെ ആരംഭിച്ചിരുന്നു. അതെല്ലാം പൂർത്തീകരിച്ച് ഇപ്പോൾ പി ബി അൻവർ അറസ്റ്റിനോട് സഹകരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ ദൃശ്യങ്ങളിലെല്ലാം കണ്ട പോലെ തന്നെ പുറത്ത് ഒരു വലിയ സംഘം ആളുകൾ, അതിൽ പി ബി അൻവറിന്റെ DMK പ്രവർത്തകരുണ്ട്, അതിനപ്പുറം തന്നെ ഈ ബാക്കി ആളുകളുണ്ട്. ആ തരത്തിൽ അൻവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കോ മറ്റോ കടക്കുകയാണെങ്കിൽ അതൊരു കൂടുതലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ നേരത്തെ അൻവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു അറസ്റ്റിനോട് പൂർണ്ണമായും സഹകരിക്കുക എന്ന രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ നേരത്തെ തന്നെ പ്രവർത്തകരോട് ആ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കോ മുദ്രാവാക്യം വിളികളിലേക്കോ പോകരുത് എന്ന് അൻവർ നിർദ്ദേശിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പി ബി അൻവറിനെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും അൻവറിനെ ഒത്തിക്കൊണ്ട് പി ബി അൻവർ സിന്ദാബാദ് എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ അറസ്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് നടപടികൾ അത് പൂർത്തീകരിക്കുകയാണ്. നേരത്തെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും
ഇതിൽ പ്രധാനമായിട്ടും പൊതുമുതൽ നശിപ്പിക്കൽ, അതുപോലെ തന്നെ പോലീസിന്റെ അടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. അൻവറിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് അൻവർ അടക്കമുള്ള 11 പേരെ ഇതിൽ എഫ്ഐആറിൽ ഇട്ടിട്ടുണ്ട്. അൻവറിനെതിരെ 11ഓളം പേർക്കാണ് ഇതിൽ കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റ് നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിച്ചിരിക്കുന്നു. അറസ്റ്റ് നടപടി പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ് ഈ നിമിഷം തരാൻ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ദിവിഷ് മണി.